എല്ലാവരും പല പല മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ്, പല പല പാതകളിലൂടെ കടന്നു പോകുന്നവരാണ്, കച്ചവടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ്, ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് കഴിയുന്നവരാണ്. ഒരാളോടും നമ്മുടെ സങ്കടം പറയാറില്ല, ഒരാളോടും നമ്മളെ വിഷമം പറയാറില്ല. എന്നാൽ നമ്മുടെ വിഷമം പറയാ നമുക്ക് ഏറ്റവും നല്ലത് ആരോടാണ്? എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ ജഗദീശ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോടാണ്. ആ പടച്ച തമ്പുരാനോട് നല്ല മനസ്സോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞുകൊണ്ട് നമ്മൾ അമല് ചെയ്താൽ ജീവിതത്തിന്റെ ഏത് മേഖലയാണെങ്കിലും വിജയിക്കുകയാണ്. കച്ചവടം ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ജീവിതത്തിൽ വലിയ കച്ചവടമാകട്ടെ, വലിയ വലിയ ഷോപ്പിംഗ് മാളുകളാകട്ടെ, അല്ലാഹുവേ പടച്ച തമ്പുരാൻ നമുക്ക് തരുന്ന ആ സമ്പത്തില് അല്ലാഹു ബറക്കത്ത് ചൊരിക്കണോ, അല്ലാഹു സന്തോഷം തരണോ. എന്നാ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടെന്ന് പ്രവർത്തിക്കുമോ? ഈ സൂറത്ത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടത്തിന്റെ മഹാത്മ്യങ്ങൾ അറിയുന്നവരാണ്. അല്ലാഹുവേ, ഒരുപാട് കച്ചവടത്തിന്റെ ബിസിനസിന്റെ മേഖലകളിലൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടന്നുപോയ മഹാനുഭാവന. ഒരു വേള പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനുഭാവൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് വേണ്ട നബിയേ, ഒരുപാട് ആനുകൂല്യം വേണ്ട നബിയേ, ഒരുപാട് സ്വത്ത് വേണ്ട നബിയേ, ഒരുപാട് ആനുകൂല്യത്തിന്റെ വഴികളിലൂടെ കടന്നു പോകണ്ട നബിയേ, അന്നന്ന് ജീവിക്കാനുള്ള വക കിട്ടിയാൽ മതി, ഒന്ന് ദുആരക്കുവോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിനക്ക് ഞാൻ ദുആ ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല, എത്ര വേണോ എന്ത് വേണോ ഞാൻ ദുആ ചെയ്യാ. എന്നാ ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ അബ്ദുറഹ്മാൻ. ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തില് അല്ലാഹു ഒരുപാട് ബറക്കത്തുകൾ തരും അബ്ദുറഹ്മാൻ. ഒരുപാട് ബറക്കത്തുകൾ അല്ലാഹു തആല തരുന്നതാണ്. ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങനെ അത്ഭുതത്തിന്റെ കലവറയില്ല, അത്ഭുതം നിറഞ്ഞ ആ സൂറത്ത് ഏതാണ് എന്ന് ഒന്ന് പഠിപ്പിക്കുമോ നബിയേ? ആ സൂറത്ത് ഒന്ന് പറഞ്ഞു തരുമോ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പ്രിയമുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണെന്നറിയുമോ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജ്ദക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പരിശുദ്ധമായ സൂറത്തുൽ ളുഹാ എന്ന് ഓതാൻ പറയുകയാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽപ്പെട്ട സൂറത്തുൽ ളുഹാ അങ്ങ് ഓതുകയാ. അല്ലാഹു സമ്പത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ജീവിതം വല്ലാതെ പ്രയാസപ്പെടുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അല്ലാഹു നിങ്ങളെ വേറൊരു വഴിയിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഈ സൂറത്ത് നിങ്ങൾ ഓരോരുത്തരും പതിവാക്കിയാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നത് എങ്ങനെയെന്നറിയുമോ? ഒന്നുകിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്ന ആളുകളുണ്ടല്ലോ, ആ സമ്പത്ത് കൊടുത്തിരുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുവിപ്പിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലോ ഈ സൂറത്തൊന്ന് പതിവാക്കിയാൽ
ഒരാള് അവൻ പോലും അറിയാതെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അവനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് അവനെ സഹായിക്കാൻ കടന്നു വരുന്നതാ. പരിശുദ്ധമായ മദീനയിൽ ഉണ്ടായ കഥ എന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാ. ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയാ, അല്ലയോ ഉമൈർ തങ്ങളെ, ജീവിതം വല്ലാത്ത പരിതാപകരമാണ്, ജീവിതം വല്ലാത്ത പരിതാപകരമാണ്, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, അണപൊട്ടുകയാണ്. കാരണം എന്തെന്നറിയുമോ? വീടിന്റെ അകത്തട്ടില് പുന്നാര മക്കള് വിഷമിക്കുകയാണ്, അവര് സങ്കടത്തിലാണ്, അവര് ദുഃഖത്തിലാണ്, അവര് ദുരിതത്തിലാണ്. അങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ അവര് കടന്നു പോവുകയാ. അതുകൊണ്ട് തങ്ങളെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ എന്ന് പറയുമ്പോ മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് വല്ലുഹാ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. പരിശുദ്ധമായ സൂറത്തുൽ ളുഹ അങ്ങ് ഓതിക്കൊടുക്കുകയാണ്. ആവേശത്തോടെ കടന്നിരിക്കുകയാ. വീടിന്റെ അകത്തട്ടിൽ കടന്നുപോയി ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് അങ്ങ് ഓതുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. സങ്കടം മണപൊട്ടിയ ദിവസങ്ങൾ, വല്ലാതെ വിഷമത്തിന്റെ അവസ്ഥയിൽ കിടന്ന ദിവസങ്ങൾ. ഇന്നതാ സൂറത്തുൽ ളുഹായുടെ പവർ കൊണ്ട് അദ്ദേഹം പോലും വിചാരിക്കാത്ത കോലത്തില് പടച്ച തമ്പുരാൻ അവിടെ നിന്ന് നല്ല ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ അല്ലാ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള സൂറത്തേതാണ്? ഇതിനേക്കാൾ ആനന്ദമുള്ള സൂറത്തേതാണ്? ഇതിനേക്കാൾ വിലപിടിപ്പുള്ള അമൂല്യരത്നമേതാണ്? അല്ലാഹുവേ, വീടിന്റെ അകത്തട്ടിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ബിസിനസ്സിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അല്ലാഹുവേ, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ വഴികൾ അല്ലാഹു കൊണ്ടെത്തിച്ചു തരികയാണ്. നമ്മൾ നോക്കുമ്പോ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ളുഹ. വളരെ വളരെ ചെറിയൊരു സൂറത്ത്. എന്നാൽ ഈ സൂറത്തിന് വല്ലാത്ത മഹത്വമുണ്ട്. നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ ഇതിന്റെ മഹത്വം വേറെ. എന്തിനേറെ, ഈ പരിപാടി ഇപ്പൊ നമ്മളിന്ന് സമാപിച്ചു ദുആ, ഇവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോൾ ഈ ലിങ്ക് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഈ സൂറത്ത് മറ്റൊരാൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഷെയറിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ പരിശുദ്ധമായ കുടുംബത്തിൽ കടന്നിരുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. സഹോദരിമാരെ ഖബൂലാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിന്റെ പരിമളം നീ കൊടുക്കണേ അല്ലാ. നമ്മൾ നിസ്സാരമായി നമ്മളൊന്നും കാണരുത്. ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് തന്നത് അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനത്തിന്റെ അമൂല്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്താൽ അതിനേക്കാൾ സന്തോഷവും സമാധാനവും ഒന്നുമേയില്ല. ആരാ പഠിപ്പിക്കുന്ന? അഷ്റഫുൽ ഖൽഖാണ്. അതുകൊണ്ടെന്ന് ചൊല്ല്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഉള്ളിൽ പ്രയാസമുള്ളവരാണ്, സങ്കടമുള്ളവരാണ്, കടങ്ങളുള്ളവരാണ്, കഷ്ടപ്പാടുള്ളവരാ. യാ അല്ലാഹ്, അല്ലാഹുവേ, 18 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സ് 19
വയസ്സായല്ലോ. പ്രിയപ്പെട്ട പെൺമക്കൾ വീടിന്റെ അകത്തട്ടില് പുരം നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ പാവപ്പെട്ട പാപ്പാക്ക് നിവർത്തിയില്ലല്ലോ. കൂലിപ്പണി ചെയ്തുകൊണ്ട് കടന്നു വരുന്നവനാണ്. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാ. അന്ന് കിട്ടുന്നത് കൊണ്ട് കടന്നു വന്നാൽ അല്ലാഹുവേ മക്കൾക്ക് പനിയാണെന്നറിഞ്ഞ, മക്കൾക്ക് സുഖമില്ലെന്നറിഞ്ഞ, മക്കൾക്ക് രോഗമാണെന്നറിഞ്ഞ, മക്കൾക്ക് വല്ലാത്ത പ്രതിസന്ധിയാണെന്നറിഞ്ഞ അന്ന് നേരം വെളുത്തിറങ്ങിപ്പോയി ആ നേരം വരെ സൂര്യന്റെ ചൂടത്ത് കിടന്നുകൊണ്ട് പെടാ പാടുപെട്ടുപോയ ആ പ്രിയപ്പെട്ട പിതാവ് പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ട് ആ കാശ് മാറ്റി വെക്കുമ്പോ എവിടെയാണ് 19 വയസ്സുള്ള മകളെ കെട്ടിക്കാ ഒരു തരി പൊന്നു മേടിക്കാൻ ആ പാവപ്പെട്ട പിതാവിന് കഴിയുന്നത്? പാവപ്പെട്ട ഉമ്മാക്ക് അവിടെ നിന്ന് കഴിയുന്നത്? എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് പല പല പ്രഭാഷണത്തിന്റെ വാളിന്റെ സദസ്സുകളിൽ കടന്നു വന്ന് ഉസ്താദേ എനിക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ട്, അല്ലാ ഇത്രയും നാളായിട്ട് ആ പൊന്നു മക്കളെ വന്ന് കെട്ടിച്ചേക്കാ, എനിക്ക് അവിടെ നിന്ന് സൗകര്യം ലഭിച്ചിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? എന്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല. അല്ലാ ഒരു തരി പൊന്നു മേടിച്ച് എന്റെ പൊന്നുമോളെ കാതിലിട്ട് കൊടുക്കാ, ഒരു പവന്റെ മാല മേടിച്ച് എന്റെ പൊന്നുമകളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ, അല്ലാഹു എന്റെ പൊന്നുമകൾക്ക് ഒരു കൊലുസ് മേടിച്ചു കൊടുക്കാ. യാ അല്ലാ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഉസ്താദേ, ഒന്ന് ദുആരക്കുമോ, ഒന്ന് ദുആരക്കുമോ എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടി ചങ്ക് പൊട്ടിയ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരെ അറിയാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ ദാറുസ്സലാമിന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട്, നിങ്ങളുടെ വീട്ടിന്റെ അകത്തട്ടിലുണ്ട് 18 വയസ്സുള്ള, 19 വയസ്സുള്ള, 20 വയസ്സുള്ള, 21 വയസ്സുള്ള, 22 വയസ്സുള്ള എത്രയോ പ്രിയപ്പെട്ട പെൺമക്കളുണ്ട്. സ്വന്തമായി നല്ലൊരു വീട് പോലുമില്ല, ഉള്ള വീട് പോലും തകർന്നു പോകുന്ന അവസ്ഥയിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ട കുടുംബക്കാരുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ടൊന്ന് നിയ്യത്ത് ചെയ്യുമോ? ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മുടങ്ങാതെ ചൊല്ലാൻ പോവുകയാ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. പടച്ചവനെ പരിശുദ്ധമായ സൂറത്തുൽ ളുഹാ വന്നത് നിങ്ങളുടെ മക്കളുടെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയിൽ അല്ലാഹു സന്തോഷം തരും, ജീവിതത്തിൽ അല്ലാഹു ആനന്ദം തരും. പരിശുദ്ധമായ ജീവിതത്തിന്റെ വഴികളിലൂടെ അല്ലാഹു നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരാ, നിങ്ങളെ പോലെ സന്തോഷമുള്ളവരാരാ, നിങ്ങളെ പോലെ നിഅമത്തുള്ളവരാരാ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുമോ? ഈ സൂറത്തിന്റെ കഥകൾ അറിയാത്തവരില്ല. താബിഈ പണ്ഡിതനായിരുന്ന മുഹൈറ എന്ന് പറയുന്ന അമൂല്യമുത്തായിട്ടുള്ളൊരു പണ്ഡിതനാ. അല്ലാഹു 7 പെൺമക്കളെയാണ് അല്ലാഹു തആല കൊടുത്തത്. പാവപ്പെട്ട പിറയിൽ കിടക്കുന്നവരാണ്, പാവം വീട്ടിൽ കിടക്കുന്നവരാണ്, സങ്കടത്തിൽ കഴിയുന്നവരാണ്, ദുഃഖത്തിൽ കഴിയുന്നവരാണ്. പല ദിവസവും വീടിന്റെ അകത്തട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ്. അല്ലാഹുവേ ബാപ്പയില്ലാത്ത അല്ലെങ്കിൽ മക്കളില്ലാത്ത എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. എന്നതുവരെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ കൊടുക്കല്ല അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നവര്, ഇത് ചൊല്ലുന്നവര്, ഇത് പഠിക്കുന്നവര്, അല്ലാ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അറിഞ്ഞ് നമ്മൾ ചെയ്താൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിക്കും. അത് മുത്തല സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ശുദ്ധമായ ഈ പരിപാടിയിൽ സംഗമിച്ച ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാര്, പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരങ്ങളുണ്ടല്ലോ. പടഹുവേ ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുണ്ടല്ലോ, സങ്കടത്തിൽ കഴിയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ അതിൽപ്പെട്ട പലരും പാവങ്ങളെ സഹായിക്കുന്ന
സഹായിക്കുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്, സാബു എന്ന് പറയുന്ന. അല്ലാഹുവേ, ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഭാര്യയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മകൾക്കും മകനിക്കും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരുടെ പ്രവാസ ലോകത്തുള്ള ജീവിതത്തില് അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു, ഇതുപോലെ പാവപ്പെട്ട പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് പടച്ചവനെ. അവരെ മുഴുവനും നീ സ്വീകരിക്കണം അല്ലാഹുവേ, നീ കബൂലാക്കണം അല്ലാഹുവേ. പടച്ചറബ്ബേ, അല്ലാഹുവേ, നമ്മുടെ പൊന്നുമക്കൾ 1 വയസ്സുള്ള, 2 വയസ്സുള്ള, 3 വയസ്സുള്ള, 4 വയസ്സുള്ള അരുമസന്താനങ്ങളുണ്ട്. അല്ലാഹുവേ, ഉപ്പമാരുടെ ഉമ്മമാരുടെ ഒരാളുടെ ഒരു പൊന്നുമക്കൾക്ക് ഒരു സങ്കടം കൊടുത്തിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, 2 വയസ്സും 3 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള ഒരുപാട് പാവപ്പെട്ട കൊച്ചുമക്കള് RCCയുടെ ഉള്ളിൽ കിടന്നിട്ട് ഉമ്മാ ബാപ്പാ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ, ആ പൊന്നുമക്കളുടെ വേദന മാറ്റണേ അല്ലാ, ശിഫാ കൊടുക്കണേ അല്ലാ, രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീടും അല്ലാ കൊടുക്കണേ റബ്ബേ. ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഇടയ്ക്കാണ് ക്യാൻസറിന്റെ അണുക്കൾ രക്തത്തിലുണ്ടെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഇടയിൽ വെച്ച് ഉസ്താദേ ടെസ്റ്റ് ചെയ്തപ്പോ അതില്ല എന്ന് അറിയിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഇടയിൽ അല്ലാഹുവേ, ഞങ്ങൾ അറിയിപ്പിച്ച സുബൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, എനിക്കൊരു കഴിവില്ല അല്ലാ, എനിക്ക് ചോദിക്കാനുള്ള പവറില്ല അല്ലാ. കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന, മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് സാധുക്കളുണ്ട് അല്ലാ, ഒരുപാട് സാധുക്കളുണ്ടല്ലാ. അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, പടച്ചറമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, ഒരുപാട് പാവപ്പെട്ട ഉപ്പമാരുമ്മമാര് കട്ടിലിൽ വർഷങ്ങളോളം കിടക്കുകയാണ്, ശരീരം പൊട്ടിയിട്ടുണ്ട് അല്ലാ. ഞങ്ങൾ ആരെയും വർഷങ്ങളോളം കട്ടിലിൽ കിടത്തുന്ന ഒരു രോഗം തരല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും രോഗികളാണ് റബ്ബേ. അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചോൻ പരിപാടി എന്നില്ലെങ്കിലും എന്നാണോ ഉള്ളത് അന്ന് കടന്നു വന്നിട്ട് കൂടെ ഇരുന്നവരാണ്. അതിൽ മക്കളില്ലാത്തവരിൽ 8 ആളുകൾക്ക് നീ മക്കളെ കൊടുത്തു റബ്ബേ. എനിക്കല്ലാഹുവേ, എനിക്കൊരു പവറുമില്ല റബ്ബേ. ക്യാൻസർ രോഗത്തെ മാറ്റിക്കൊടുത്തല്ല റബ്ബേ. ഇന്നറിഞ്ഞതാ നീ പരിപാടിയുടെ ഇടയിൽ നമ്മളോട് മെസ്സേജ് വിട്ടതാ. സുബൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമ്മുടെ കുടുംബമാ. അല്ലാഹുവേ, എല്ലാവരുടെ രോഗത്തിനും ശമനം കൊടുക്കണേ അല്ലാ. നമ്മുടെ ഈ പരിപാടിയിലൂടെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലാ, സഹോദരിമാരുണ്ടല്ലാ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട അളിയന്മാരുൾപ്പെടെയുള്ളവര് പ്രവാസ ലോകത്ത് പോയവരാണ്, അവരെ നീ കബൂലാക്കണം റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.